പ്രിയപ്പെട്ട കുട്ടികളെ, അപ്പോ പരീക്ഷയൊക്കെ അടുത്തു, എല്ലാവരും പഠിക്കലൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നു മുതൽ നമ്മൾ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഏവർക്കും മാത്ത് വി ലേണിംഗ് ആപ്പിന്റെ കെമിസ്ട്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഓരോ ചോദ്യങ്ങൾ നമ്മൾ പറയും, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ വൃത്തിയായി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1 മാർക്കാണുള്ളത്. സ്കോർ 1 മാർക്കാണ്. 4 ചോദ്യങ്ങൾ മാത്രം, 4 ചോദ്യത്തിന് ഉത്തരം മാത്രം എഴുതിയാൽ മതി. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്താന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, an electrochemical cell can behave like an electrolytic cell when? എപ്പോഴാണ് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് പോലെ ബിഹേവ് ചെയ്യുന്നത്? നമുക്കറിയാം സെല്ലിന് വോൾട്ടേജ് ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം. സെല്ലിന്റെ വോൾട്ടേജിനേക്കാളും എക്സ്റ്റേണൽ വോൾട്ടേജ് അധികമായി വരുമ്പോഴാണ് ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് പോലെ ബിഹേവ് ചെയ്യുന്നത്. An electrochemical cell can behave like an electrolytic cell when an external voltage greater than its EMF is applied in the opposite direction. അപ്പൊ നമുക്ക് മനസ്സിലായി എന്താണ്? സെൽ വോൾട്ടേജിനേക്കാൾ കൂടുതൽ എക്സ്റ്റേണൽ വോൾട്ടേജ് വന്നാൽ എന്തുണ്ടാവും? ഒരു ഇലക്ട്രോകെമിക്കൽ സെല്ല് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് പോലെ ബിഹേവ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു. സോ ദ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. കാരണം എക്സ്റ്റേണൽ വോൾട്ടേജ് ആണ് കൂടുതൽ, കണ്ടില്ലേ? ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ എല്ലാവർക്കും? രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇത് റേറ്റ് കോൺസ്റ്റന്റുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ക്വസ്റ്റ്യൻ വായിക്കാം. Which of the following is the unit of rate constant for a first order reaction? നമുക്ക് എല്ലാവർക്കും അറിയാം റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? റേറ്റ് കോൺസ്റ്റന്റ് ആരുടെ? ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ അല്ലേ? റേറ്റ് കോൺസ്റ്റന്റ് K ഈക്വൽ ടു 1/ടൈം. 1/ടൈം, ടൈമിന്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ് അല്ലേ? 1/സെക്കൻഡ്. 1/സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/s. 1/s എന്ന് പറഞ്ഞാൽ s⁻⁻1. സോ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായില്ലേ? റേറ്റ് കോൺസ്റ്റന്റ് K എന്ന് പറഞ്ഞാൽ 1/ടൈം അല്ലെ? 1/ടൈം എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1/s, ദാറ്റ് ഈസ് ഈക്വൽ ടു s⁻⁻1. എല്ലാവർക്കും ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും എഴുതിയെടുക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കോർഡിനേഷൻ നമ്പർ ഓഫ് കോപ്പർ ഇൻ CuCnO4 3-. കോർഡിനേഷൻ നമ്പർ, ആ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നമുക്കറിയണം. നമ്പർ ഓഫ് ലിഗാൻഡ്സ് ഇൻറ്റു ഡെൻസിറ്റി. അപ്പൊ നോക്കാം, നമ്പർ ഓഫ് ലിഗാൻഡ്സ്, എത്ര ലിഗാൻഡിന്റെ ഇവിടെ? 4 സോ നമ്പർ ഓഫ് ലിഗാൻഡ്സിന് അവിടെ എഴുതി 4 എന്ന് എഴുതി. ഡെൻസിറ്റി നോക്കാം, സൈനോ ഗ്രൂപ്പ് ഏത് തരത്തിലുള്ള ലിഗാൻഡാ? സൈനോ ഗ്രൂപ്പ് മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതായത് 1 ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യും. അതുകൊണ്ട് അതിന്റെ ഡെൻസിറ്റി 1 ആണ്. 4 × 1 ദാറ്റ്സ് ഈക്വൽ ടു 4. സോ 4 ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അതായത് കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? നമ്പർ ഓഫ് ലിഗാൻഡ്സ് ഇൻറ്റു ഡെൻസിറ്റി. സോ 4 × 1 ദാറ്റ് ഈസ്, ഇവിടെ 4 സൈനോ ഗ്രൂപ്പുകളുണ്ട്. 4 സൈനോ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം എന്താ? നമ്പർ ഓഫ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ അല്ലേ? ദെൻ ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 4. ഓക്കെ അല്ലേ? ദെൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ അല്ലേ? റൈറ്റ് ദ നെയിം ഓഫ് ദ പോയിസണസ് ഗ്യാസ് formed when chloroform is oxidized by air in the presence of sunlight. അതായത് പോയിസണസ് ഗ്യാസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. ആരുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ? ക്ലോറോഫോം എന്ന് പറഞ്ഞത് CHCl3. ഇത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നോക്കുക, COCl2 അഥവാ ഇത് ഫോസ്ജീൻ എന്ന് പറയുന്നത് ഒരു പോയിസണസ് ഗ്യാസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറോഫോം എല്ലാം ഡാർക്ക് ബോട്ടിലിൽ സൂക്ഷിക്കുന്നത്. ഇറ്റ് കെപ്റ്റ് ഇൻ ഡാർക്ക് ബോട്ടിൽസ്. അത് കാരണം എന്താ? സൺലൈറ്റിന്റെ പ്രസൻസിൽ അത് ഫോസ്ജീൻ എന്ന് പറയുന്ന വിഷവാതകമായി മാറും. എല്ലാവർക്കും ഓക്കെ അല്ലേ? ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നെയിം ദ ലിങ്കേജ് ബിറ്റ്വീൻ 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് ഇൻ എ ഡൈസാക്കറൈഡ്. അതായത് ഒരു ഡൈസാക്കറൈഡിലുള്ള 2 മോണോസാക്കറൈഡുകൾ തമ്മിലുള്ള ലിങ്കേജ്, തമ്മിലുള്ള ബോണ്ടുകൾ എന്തായിരിക്കും? ആ ബോണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? നമുക്കറിയാം, അതിന്റെ പേരാണ്
ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലെങ്കിൽ ഓക്സൈഡ് ലിങ്കേജ്. കേട്ടിട്ടുണ്ടാവും. ഈ സാധാരണയായിട്ട് ഈ രണ്ട് മോണോസാക്കറൈഡ് യൂണിറ്റുകൾ തമ്മിൽ ഒരു കോവാലന്റ് ബോണ്ട് ഉണ്ടാവുക. അതായത് ഒരു അനോമറിക് കാർബണും അതേപോലെ തന്നെ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തമ്മിലാണ് ബോണ്ടിങ് ഉണ്ടാവാറ്. സാധാരണ ഈ ബോണ്ട് ഉണ്ടാകുമ്പോൾ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അവിടെ റിമൂവ് ചെയ്ത് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും പറയും ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്നു, ഡീഹൈഡ്രേഷൻ റിയാക്ഷൻസ് എന്ന് വിളിക്കാം. സ്വാഭാവികമായിട്ട് നമുക്ക് ചോദ്യത്തിന് ഉത്തരം ഇതാണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് അല്ലെങ്കിൽ ഓക്സൈഡ് ലിങ്കേജ്. എല്ലാവർക്കും 5 ചോദ്യങ്ങളും മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത സെറ്റ് ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. സോ ഗുഡ് ബൈ.